അപ്പോൾ ചാവക്കാട് ബീച്ച് അതിലെ കറക്കമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ഇനി തൃശ്ശൂർ നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോഴുള്ള ആ ബ്ലോക്കിൽ പെടാത്ത രീതിയിൽ പോകാമെന്ന് കരുതി ലൊക്കേഷൻ ഇട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് നിർത്തണം. അപ്പോൾ പറ്റിയ ഷോപ്പൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് പോവുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വിഷമമായിരിക്കും കേട്ടോ. രാത്രിയാകും തോറും വീടെടുക്കും തോറും ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ കൂട്ടം എനിക്ക് അയ്യോ വീടെത്തറയല്ലോ, ആ ദിവസമൊക്കെ കഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കും. ഇല്ല, യാത്രകൾ ഇനിയും കിടക്കുകയല്ലേ, ദിവസങ്ങൾ കിടക്കുകയില്ലേ, ഇനിയും നമുക്ക് യാത്ര പോകാമല്ലോ എന്ന് കരുതി ഞാൻ സ്വയം സമാധാനിപ്പിക്കും. വേറൊരു യാത്രയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എൻ്റെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ ആലോചിക്കും. ഇതിപ്പോൾ ഒന്നും തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊരു സ്പോട്ടൊന്നും ഇല്ലാതെ ഒരു യാത്രയായിട്ട് ഇറങ്ങിയ ഇതാണ്. ഹൈവേയിലൊക്കെ കംപ്ലീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയുണ്ട് എപ്പോഴും. ഇനി എപ്പോഴാണാവോ ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞൊന്ന് നമുക്ക് നേരെ യാത്ര ചെയ്യാൻ പറ്റണത്. ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ കാലത്തിലൊന്നും ഇതിനിപ്പോൾ നേരെ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ പണിയുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനെ പല പല വിഷയങ്ങൾ നടക്കുന്നത്. യാത്ര ചെയ്യാനായിട്ട് പണ്ടുള്ളതിലും വലിയ ബുദ്ധിമുട്ടായിട്ട് നേരെ പോവുകയാണ്. അന്ന് ആളുകൾക്കാണെങ്കിൽ വാഹനങ്ങളും കൂടുതലും ഇതൊക്കെ കണ്ടില്ല. ഇങ്ങനെ മണ്ണിങ്ങനെ ആ കിടക്കണതൊക്കെ ഇനി നല്ല ഉയരത്തിൽ പൊക്കി അതിൻ്റെ മേലെ കൂടി ഇനി ബ്രിഡ്ജൊക്കെ വന്ന് ഒന്നും പറയണ്ട. ഇതൊക്കെ ഇനി ഏത് കാലത്താണാവോ ഇത് കംപ്ലീറ്റ് ആവുന്നത്. നമ്മളെപ്പോഴും ജീവിതത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് മാതൃകാപരമായിട്ട് മുമ്പോട്ട് പോകുക കേട്ടോ. അപ്പോൾ ചിലരുണ്ട് ഞാൻ ഒരിക്കലും ആരുടെയും മുൻപിൽ തല കുനിക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് മുമ്പോട്ട് പോകുന്നവർ. പക്ഷേ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒന്നും നമ്മൾ പിടിവാശിയൊന്നും എടുക്കാതെ നമ്മൾ തല കുനിക്കേണ്ടടുത്ത് തല കുനിച്ചും എല്ലാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ, വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാതൃകാപരമായിട്ട് മുൻപോട്ട് പോകാം കേട്ടോ. ഇപ്പം ഇവിടെ എത്തിയപ്പോഴാണ് വൈമാൾന്ന് കണ്ടത്. അപ്പോൾ പിള്ളേർ പറഞ്ഞു നമുക്ക് വൈമാളിൽ കയറാം, അവിടെ കയറി കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിന്നെ നമുക്കൊന്ന് ഫ്രഷപ്പ് ആവുകയും ചെയ്യാമെന്ന് കരുതി നമ്മളിതേ ഇപ്പോൾ വൈമാളിൽ എത്തിയേക്കാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് നമ്മുടെ ഇവിടെ എറണാകുളം ലുലുവിൻ്റെ അത്ര ഉള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പക്ഷേ ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു കേട്ടോ കംപ്ലീറ്റ്. അപ്പോൾ 2-3 ഫ്ലോറിലായിട്ട് ആയിരുന്നു ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇതൊക്കെ പൊതുവേ നമ്മൾ ലുലുവിൽ കാണുന്ന ആ ഒരു ഐറ്റംസ്, ആ ഒരു മെത്തേഡും കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. ഫുഡിൻ്റെ സെക്ഷനൊക്കെ ആണെങ്കിലും അതും ഇതെല്ലാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ കയറിയിട്ടുണ്ടെങ്കിലും ഫുഡിൻ്റെ സെക്ഷനിലേക്കാണല്ലോ ആദ്യം പോകുള്ളൂ. അപ്പോൾ അതെ അവിടെയൊക്കെ നോക്കി. പക്ഷേ ഇത് നമ്മൾ ഇരുന്ന് കഴിക്കാനായിട്ട് നമുക്കൊരു ഇതില്ല. നമ്മൾ വേറെ ലുലുവിൽ എറണാകുളത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാം, ഹൈപ്പർ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിന് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ബേക്കറി സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടാ, കേക്ക് അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ ഉണ്ട്, നല്ല ഫ്രൈഡ് റൈസും ഇതൊക്കെ കോംബോ ഓഫറും ഇതൊക്കെ ഉണ്ടായിരുന്നു, വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പിന്നെ കാറിലിരുന്നൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാകും. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് പറഞ്ഞാൽ അമ്മ ഒന്നും ഒട്ടും സമ്മതിച്ചില്ല. പിന്നെ അതേ ഒരു ബക്കറ്റ് ഞാൻ അവിടെ നിന്ന് വെറുതെ എടുത്ത് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ വേഗം ബില്ലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അധികം സമയമൊന്നും നിൽക്കണില്ല. ഇനിയിപ്പോൾ നാളെ സ്കൂളിൽ പോകണം. ഇന്നത്തെ ദിവസം കളഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കാർ പാർക്ക് ചെയ്യണത് കുറച്ചങ്ങ് ദൂരം മാറിയിട്ടാണ് കേട്ടോ ഇവിടെ വൈമാളിൽ പാർക്ക് ചെയ്യണത്. അപ്പോൾ ആ മാളിൻ്റെ താഴെയൊന്നും അണ്ടർഗ്രൗണ്ടിൽ അങ്ങനെയൊന്നും പാർക്കിംഗ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളിനിപ്പോൾ ലൊക്കേഷൻ ഇട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് കുറേ ഇതിങ്ങനെ കണ്ട് നമ്മളവിടെ നിർത്തിയതാണ്. പക്ഷേ അവിടുത്തെ ഇതൊക്കെ ഫുഡൊക്കെ തീർന്നു തുടങ്ങിയിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ നോക്കിയപ്പോൾ ഉച്ചയ്ക്കത്തെ എങ്ങനെയാണ്, അപ്പോൾ അത്രയൊന്നും നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ ഫുഡ് അവിടെ കയറി കണ്ടപ്പോൾ. അപ്പോൾ ലൈറ്റും ഇതൊക്കെ കണ്ട് നമ്മളവിടെ കാറ് നിർത്തിയതാണ്. പിന്നെ നമ്മൾ നേരെ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് പോരാം, അവിടെ എത്തട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ആലുവ എത്തിയപ്പോൾ നമുക്ക് സമാധാനമായിട്ടാണ്. അങ്ങനെ പുറത്തൊക്കെ നോക്കിയപ്പോൾ നല്ല വെളിച്ചവും ഇതൊക്കെ. ഇതുവരെ നമ്മൾ വന്ന വഴിയിലും ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് ആലുവയുണ്ട്. അവിടെ നഗരത്തിലൂടെ നമ്മൾ പോന്നപ്പോൾ ചുറ്റും നല്ല വെളിച്ചമുള്ള ലൈറ്റുകളും ഇതൊരു പ്രത്യേക ഭംഗിയായിരുന്നു ആലുവക്ക്. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ആലുവയായിരുന്നു കേട്ടോ കണ്ടത്. ഇപ്പോൾ വഴിവിളക്കുകളൊക്കെ ഒരുപാട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആലുവയിൽ നമുക്ക് പറ്റുന്ന ഇത് നമ്മൾ കൂടുതലും ഹൽസാജിലാണ് നമ്മൾ കയറാറ്. അപ്പോൾ അവിടെ ആകുമ്പോൾ പിന്നെ രാത്രിയൊക്കെ അധികം പഴക്കമില്ലാത്ത നല്ല ഫുഡൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ ചിക്കനിലെ ചിക്കനൊന്നും ഒട്ടും കുക്കായിട്ടുണ്ടായില്ല കേട്ടോ, നല്ല ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വെയിറ്റിൻ്റെ അടുത്ത് കുക്കായിട്ടില്ലെന്ന്. എന്നിട്ട് പിന്നെ അവർ തിരിച്ചു കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നുന്നു അൽഫാമിലെ ചിക്കനായിരുന്നു തോന്നുന്നു പിന്നെ ബട്ടർ ചിക്കൻ ഇട്ടിരുന്നത്. പക്ഷേ അതും അത്ര അങ്ങ് കുക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് മുൻപ് ഒരു ദിവസം ഞങ്ങളിവിടെ വന്ന് ബട്ടർ ചിക്കനും നൂൽ പൊറോട്ടയും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വൈകിട്ട്. അത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത്. പക്ഷേ അത് അത്ര പോരായിരുന്നു കേട്ടോ, ചിക്കൻ കുക്കായിട്ടും ഉണ്ടായില്ല. ചിക്കനൊക്കെ കുറച്ച് കുക്കിംഗ് ടൈം മതിയില്ല, എന്നിട്ട് പോലും കുക്കായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഗ്രേവിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ച് ബാക്കി വന്നത് നമ്മൾ പാഴ്സൽ ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ യാത്ര, ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അമ്മുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അപ്പോൾ അമ്മുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് വേണം, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ നമുക്ക് ബിരിയാണിയൊക്കെ വെച്ച് എല്ലാവരും വിളിക്കുക ഇതൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, വീട്ടിൽ വേണ്ട. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനും എന്നും പിന്നെ വീട്ടിലിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എനിക്ക് ആണ് ശരിക്കും അമ്മുവിൻ്റെ ബർത്ത്ഡേക്ക് എനിക്കാണ് ശരിക്കും ഒരു ഗിഫ്റ്റ് തരേണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അമ്മുവിന് ഒരു വാച്ച് വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ട. അപ്പോൾ അതേ ലുലുവിലാണ് പോണത്. അപ്പോൾ ലുലു കണക്റ്റിൽ കയറിയിട്ട് അവിടെ ഫാഷൻ സ്റ്റോറിൻ്റെ അവിടെ ഉണ്ടല്ലോ വാച്ചുകളൊക്കെ കുറേ. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് മുൻപ് വാച്ച് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാതെ കരുതി ഇങ്ങനെ ഓരോ ബ്രാൻഡ് ഇങ്ങനെ നോക്കി വരികയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നോക്കിയപ്പോൾ നമുക്ക് അത്ര അങ്ങ് സെലക്ഷൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതിലും കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിട്ട് അതിൻ്റെ മാത്രമുള്ള ഷോറൂമുകൾ അവിടെ പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ കാസിയോൻ്റെ ആണെങ്കിലും ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ കൂടുതൽ സെലക്ഷനും കാണും അപ്പോൾ എന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ എപ്പോഴും ഒരു വെറൈറ്റി നമുക്ക് ടേബിളിൽ വയ്ക്കാനും ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റുന്നത്. ഇതിനധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട്. അപ്പോൾ ഞാനും അമ്മയും ഉണ്ണിയും കൂടി ഞങ്ങൾ 3 പേരുമാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ ആൾക്ക് വരാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങളിത് വാച്ചൊക്കെ വാങ്ങിച്ചെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വിളിച്ചാൽ മതി, അപ്പോഴേക്കും എത്തിയേക്കാമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ആൾക്ക് സമയം ഉണ്ടാവില്ല വരാൻ. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. ഇനിയിപ്പോൾ പുറത്തെ ഷോറൂമിൽ ഓരോന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മൂന് കാസിയോൻ്റെ മതി എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അമ്മൂന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കാസിയോൻ്റെ മതിയെന്ന്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഫോൺ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും വെറുതെ വാങ്ങിക്കാനൊന്നുമല്ല, വെറുതെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കല. പുതിയ അപ്ഡേഷനൊക്കെ അറിയാനായിട്ട് ഇവർ ഫോണുകൾ നോക്കലാണ് അവരുടെ പണി. പിന്നെ പ്രത്യേകിച്ച് ഓഫറൊന്നും ഇല്ലാത്ത സമയമായിരുന്നു കേട്ടോ. ഓഫറൊന്നും ഇല്ലാത്ത സമയത്താണ് ശരിക്കും ഷോപ്പിങ്ങിന് പറ്റിയത്. അപ്പോൾ നമുക്ക് നല്ല സെലക്ഷൻ ഉണ്ടാകും കേട്ടോ ഓഫറുള്ള ടൈമിന് ഉണ്ടാകുന്നതിലും. റേറ്റ് എല്ലാ പ്രാവശ്യവും ഒരേപോലെ തന്നെയായിരിക്കും. അപ്പോൾ അതേ ഇവിടെ വന്ന് കാസിയോൻ്റെ ഷോറൂമിൽ വന്ന് ഞങ്ങളിപ്പോൾ 2-3 ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3 ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ അമ്മുവിന് ഡെയിലി യൂസിന് പറ്റുന്നത് മതി, കോളേജിൽ കെട്ടിക്കൊണ്ടുപോകാൻ ഡെയിലി യൂസിനുള്ളത് മതി എന്ന് അമ്മു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞതാണ് ഇത് സ്ക്രാച്ച് ഒന്നും വീഴില്ല എന്നും പറഞ്ഞ് ഒരു വാച്ച് ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നിട്ട്. അപ്പോൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത ഈ 3 ഒരെണ്ണമാണ് അമ്മു ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അമ്മുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൽ ആദ്യം ഇട്ടിരുന്ന ഇതാണ് കേട്ടോ അമ്മു വാങ്ങിക്കണത്. അമ്മുവിന് അത് നടുക്കിലുള്ളത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമായി ശരിക്കും പറഞ്ഞാൽ. ഇത് 3 അമ്മു അറിയായിരുന്നു അത് 3 കൂടി വാങ്ങിച്ചു തന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കാസിയോൻ്റെ ഇത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫറിലുള്ളത് തന്നെ ഞങ്ങൾ ഇതിൽ ഓൺലൈനിൽ നോക്കിയപ്പോൾ അത് ആ ഫുൾ പൈസ തന്നെ കൊടുക്കണമായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ ഓഫറിൽ കുറച്ച് പൈസ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടി. അപ്പോൾ ഓൺലൈനിൽ ഇതിലും കൂടി റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ, ഈ വാച്ചിൻ്റെ റേറ്റിലും കൂടി. അപ്പോൾ അതേ അമ്മു എന്തായാലും ഹാപ്പിയായി. അമ്മുവിൻ്റെ ഗിഫ്റ്റും ഒക്കെ ആയിട്ട് നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാം. വാച്ചോട്ടെ ചേടാ ഇതും വെക്കാം. 999 ലാഭമുണ്ട്. 117 രൂപ. ഇത് ടേസ്റ്റ് ഉണ്ടാവൂടാ. ചെമ്മീന് വേറെ റേറ്റ് ആണ്. ഇത് മേടിക്കും മീൻ നത്തോലിയാ. പിന്നെ നല്ലതാണോ? ഇതാണ് നമ്മളന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചത്. ആ പൊരിക്കണ്ട, അത് പൊരിച്ചതാണ്. എന്തി 470. ഇത്
അപ്പോൾ ലുലുവിലെ ഹൈപ്പറിൻ്റെ അകത്ത് തന്നെ അവിടെ തട്ടുകടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചായ മുൻപ് കുടിച്ചിട്ടുണ്ട്, നല്ല ചായ ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇന്ന് ബിരിയാണി ചെമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് ബിരിയാണി കൊടുക്കണ്ടായിരുന്നു. 180 രൂപയാണ് അര കിലോയുടെ. പക്ഷേ നമ്മൾക്ക് 2 കയ്യിൽ കോരിയിടുമ്പോഴേക്കും അര കിലോയിൽ കൂടുതൽ വരും കേട്ടോ. അപ്പോൾ ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ അര കിലോ വാങ്ങിച്ചാലും ഒന്നും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അതിന് എടുത്തു കഴിയുമ്പോൾ 200 രൂപയിലൊക്കെ കൂടുതൽ, 220 അത്രയൊക്കെ വരും കേട്ടോ ഒരാൾക്ക് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിക്കേണ്ട, നമുക്ക് അവിടെ നിന്ന് ഷവായി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി നമ്മൾ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ അവിടെ ബിരിയാണിക്ക് 150 രൂപ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മുവിന് ബിരിയാണി മതി എന്ന് പറഞ്ഞ് അവളൊരു ബിരിയാണി വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ വേറെ സ്നാക്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അത്യാവശ്യം ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടിലിരുന്ന് കഴിക്കാൻ സമയമില്ല. അപ്പോൾ ആളപ്പോഴത്തേക്കും വരുന്നുണ്ടായിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക, അമ്മുവിൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് നല്ല ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില ഇതിനൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ. പ്രത്യേകിച്ച് നമ്മൾ ഈ പത്രത്തിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വരുന്നതിൽ പത്രത്തിലില്ലാത്ത ഓഫറില്ലാത്ത സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്ത് പോകാം. അത്യാവശ്യം ഓഫറൊക്കെ എല്ലാ ടൈമിനും ഉണ്ടാകും കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സമയമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.